പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മസിൽ ഗെയിൻ, വെയിറ്റ് ലോസ്, ഫിറ്റ്നസ്, ഇതിനൊക്കെ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. പക്ഷേ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ 5ാമത്തെ കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് തിങ്, നോ യുവർ റിക്വയർമെൻറ്റ്. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, നമ്മുടെ ആക്ടിവിറ്റി ലെവൽസ്, ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എന്തുമാത്രം പ്രോട്ടീൻ ഡെയിലി ആവശ്യമാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സെക്കൻഡ് വൺ, ബാലൻസ്ഡ് മീൽ. നമുക്ക് പ്രോട്ടീൻ കൂടുതൽ ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ പോരാ, മീൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. തേർഡ് വൺ, ഡൈജസ്റ്റബിലിറ്റിയാണ്. പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ മിക്കപ്പോഴും ഇൻഡൈജഷൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. ഫോർത്ത് വൺ, നമ്മൾ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റിൻ്റെ ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, വെൽ ടെസ്റ്റഡ് ആയിരിക്കണം. കറൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസ് ബയോസൈ മൈസോ സീറോ വേ പ്രോട്ടീനാണ്. ഇത് 99% ലാക്ടോസ് ആൻഡ് ഫാറ്റ് ഫ്രീ ആണ്. 27 ഗ്രാംസോളം പ്രോട്ടീൻ നമുക്ക് ഒരു സ്കൂപ്പിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇത് ലൈറ്ററാണ്, ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 5ാമതായി പറയാനുള്ളത് ഹൈഡ്രേഷനാണ്. പ്രോട്ടീൻ നമ്മൾ എന്തുമാത്രം കൂടുതൽ എടുക്കുന്നോ അതിനനുസരിച്ച് തന്നെ വെള്ളവും നമ്മൾ കൂടുതൽ കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കിഡ്നിയെ ഇത് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള സപ്ലിമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക.